എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കണ്ണൂരിൽ നിന്ന് തലശ്ശേരി വഴി മലക്കപ്പാറ തൃശ്ശൂർ പോവാണ്. ഒരു ലോങ് റോഡ് റണ്ണാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഞാനിപ്പോൾ വടകര സ്ഥലത്തെത്തിയാണ്. കോഴിക്കോടിന് 43 കിലോമീറ്റേഴ്സ് ഉണ്ട്. നാഷണൽ ഹൈവേ ആണ്. ഇത് സൈഡ് റോഡുണ്ട്. അപ്പോൾ ഇനി കോഴിക്കോട് എത്തിയിട്ട് പിന്നെ നേരെ മലക്കപ്പാറ. ഞാനിപ്പോൾ പേരാമ്പ്ര എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ചാലക്കുടി, പിന്നെയാണ് അതിരപ്പള്ളി പോകുന്നത്. ഓൾട്ടോ കാറിലാണ് ഞാൻ ഈ യാത്ര. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ അതിരപ്പള്ളി പോകുന്ന വഴിക്കാണ്. ഈ റോഡാണ് നേരെ അതിരപ്പള്ളി വാഴച്ചാൽ പോകുന്ന റോഡാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിലൂടെ പോയിട്ട് നമുക്ക് ഇനി കാടിലെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പം നമ്മൾ അതിരപ്പള്ളിയിലേക്ക് പോവാണ്. അവിടുന്ന് പിന്നെ വാഴച്ചാൽ, മലക്കപ്പാറ, അവിടെയാണ് യാത്ര. ഇതാണ് മലക്കപ്പാറയിലെ പോകുന്ന വഴി, അതിരപ്പള്ളി. ഞാനിപ്പോൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മലക്കപ്പാറ പോകുന്ന ഇ പാസിനെ കുറിച്ച് ചോദിക്കാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നല്ല ഇ പാസ് എടുക്കേണ്ടത്. നമുക്ക് ഇ പാസ് ഡൗൺലോഡ് ചെയ്യണം. വാൽപ്പാറ ഇ പാസ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ തമിഴ്നാട് സൈറ്റിൽ പോകും. അവിടെ ചെന്നിട്ട് ആ ഡെസ്റ്റിനേഷൻ വാൽപ്പാറ കൊടുത്തിട്ട് എല്ലാം ഒരു സ്കാനർ മാതിരി കിട്ടും. പൈസയൊന്നുമില്ല. അപ്പോൾ ആ ഒരു ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇതിനുള്ളിൽ പോകാൻ. അപ്പോൾ വാൽപ്പാറ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഇ പാസ് എടുക്കണ്ടൂ. മലക്കപ്പാറ പോകാൻ ഇ പാസ് ഒന്നും എടുക്കണ്ട. ഓക്കെ. അപ്പോൾ ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നാണ് നമുക്ക് ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ടിക്കറ്റും പിന്നെ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ടിക്കറ്റൊക്കെ കിട്ടുക. ഒരു ദിവസം വാലിഡേ ഉള്ളൂ. പിന്നെ ഇ പാസ് ഇതിലൂടെ ഇതൊരു ഫോറസ്റ്റാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 40-50 കിലോമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾക്ക് കേരള ബോർഡറിലെത്തും. ആ സ്ഥലത്തിൻ്റെ പേരാണ് മലക്കപ്പാറ. അപ്പോൾ അവിടം വരെയാണ് ഞാൻ പോകുന്നത് ഇന്ന്. പിന്നെ അതിനുശേഷം പിന്നെ വാൽപ്പാറ പോകാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. ഇതാണ് മലക്കപ്പാറ പോകുന്ന വഴിയിലേക്കായി ആദ്യത്തെ വെള്ളച്ചാട്ടമാണ്. ഇതിൻ്റെ പേര് ചർപ്പ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ചർപ്പ പാലം എന്നൊക്കെ വേണ്ടിയൊരു ഫേമസ് ആണ്. അപ്പോൾ നമുക്ക് പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണാം. ചാലക്കുടി പുഴയാണ് ചർപ്പ വാട്ടർഫാൾസ്. കാലത്ത് വന്നു കഴിഞ്ഞാൽ ഗംഭീര കാഴ്ചയാണ്. വഴിയിലൊക്കെ പോയി കാണാം. വഴിയിലൂടെ പോകുമ്പോൾ നമുക്കിവിടെ നിർത്തിയിട്ട് ഇത് കാണാം. ഇത് ചെറിയൊരു പാലം മാതിരി ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ചർപ്പ വാട്ടർഫാൾസ് ആണ്. വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഭാഗമാണ്. അതിരപ്പള്ളിന് വളരെ അടുത്താണിത്. ചർപ്പ ബ്രിഡ്ജാണ് അത് ഉണ്ടാക്കിയവരുടെ. ഇവിടെ കയറിയിട്ട് ബാക്കി യാത്ര തുടരാം. മുകളിലെത്തിയിരിക്കുന്നു. ഇതാണ് ആ ബ്രിഡ്ജ്. നമുക്ക് ഇതുവഴിയാണ് ഇങ്ങനെ പോകേണ്ടത്. ആ വാഴച്ചാൽ വെള്ളച്ചാട്ടം ഇനി കാണാം. അതിനുശേഷം കാടാണ്, ഫോറസ്റ്റാണ്. നമുക്ക് ഇനി അധികം സമയം കളയുന്നില്ല, തുടരാം. ചർപ്പ വാട്ടർഫാൾസിൻ്റെ നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. എന്നിട്ട് നമുക്ക് യാത്ര തുടരാം നേരെ മലക്കപ്പാറയിലേക്ക്. ആനപ്പിണ്ടൊക്കെ കാണുന്നുണ്ട്. ഇതിലൂടെയുള്ള യാത്ര തുടരുകയാണ്.
കാണാൻ സാധിച്ചില്ല. ഘോര വനത്തിലൂടെ യാത്ര നല്ല മനോഹരം തന്നെ, എല്ലാ കാഴ്ചകളെ കാണാൻ, എന്നും പച്ചപ്പൊക്കെ ആയിട്ട്. വാൽപ്പാറ എത്താനായി കടാ. ഇവിടെ വാൽപ്പാറ നേരെ ഇതാണ് ഹൈഡ്രോ പവർ സ്റ്റേഷൻ ഷോലയാറിലെ. ഇവിടെ നിന്നാണ് KSRTC ബസ്സൊക്കെ തിരിയുന്നത്. ഇവിടെ നിന്ന് നേരെയാണ് മലക്കപ്പാറ 25 കിലോമീറ്റർ, വാൽപ്പാറ 53 കിലോമീറ്റർ. ഓക്കെ, നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ഇനി 25 കിലോമീറ്റേഴ്സേ ഉള്ളൂ മലക്കപ്പാറയിലേക്ക്. ഇത് കാടിൻ്റെ കാഴ്ചയാണ്. കുറേ ആൾ നിൽക്കുന്ന കണ്ടു. தாரி சிக்கல ஆனா டைகர் அப்படி இல்லை. டைகர் தான் ஒரு பவுண்டரி. டைகர் லயன் அந்த பவுண்டரிக்குள்ள இன்னொரு மேல் டைகர் வரக்கூடாது. ഇഷ്ടം പോലെയുണ്ട്. ഇനി 20 കിലോമീറ്റർ ഉണ്ട് മലക്കപ്പാറ എത്താൻ. ഇപ്പോൾ കാടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇപ്പം മനോഹര നിലയുടെ പാറയൊക്കെ ആയിട്ട്. മലക്കപ്പാറ 21 കിലോമീറ്റേഴ്സ് ഉള്ളത്. മനോഹര കാഴ്ച. ഇപ്പുറത്തെ നല്ല വ്യൂ പോയിന്റ് ആണ്. ഇനിയുണ്ട് ഒരു 18 കിലോമീറ്റേഴ്സ് ഇനിയുണ്ട്. മലക്കപ്പാറ ഇനി 15 കിലോമീറ്റർ. ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്, മലക്കപ്പാറ. നീണ്ട 10 മണിക്കൂർ യാത്ര. ശരിക്കും പറഞ്ഞാൽ മാപ്പിൽ 8 മണിക്കൂർ. അവിടെ ഇവിടെയും ബ്രേക്കും മറ്റ് ട്രാഫിക്കും ഒക്കെ കണക്കിലെടുത്ത് കഴിഞ്ഞാൽ 10 മണിക്കൂർ എടുത്തു. 349 കിലോമീറ്ററോളം ഉണ്ട്. ഞാൻ കാണിച്ചത് എത്ര കിലോമീറ്റർ? 351 കിലോമീറ്റേഴ്സ്. 350 കിലോമീറ്ററോളം കണ്ണൂരിൽ നിന്ന് അതിരപ്പള്ളി വഴി മലക്കപ്പാറ എന്ന സ്ഥലത്ത്. ഇവിടുന്ന് 20 കിലോമീറ്റേഴ്സ് ഉണ്ട് വാൾപ്പാറ. കേരള ചെക്ക് പോസ്റ്റ് ഒരു 10 കിലോമീറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബാക്കി ഇവിടുന്ന് ചായയും മറ്റെല്ലാം കുടിച്ചിട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ കുറേ മുമ്പ് താമസിച്ച റൂം. ഇപ്പം താമസിക്കുന്ന റൂം ഇതാണ് റോഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ റൂമാണ്. സക്സസ്ഫുള്ളായിട്ട് കണ്ണൂർ ടു മലക്കപ്പാറ, അല്ല കണ്ണൂർ ടു അതിരപ്പള്ളി, തൃശ്ശൂർ ജില്ലയിലെ അതിരപ്പള്ളിയിലേക്കുള്ള യാത്ര 350 കിലോമീറ്റർ യാത്ര പൂർത്തിയായി. ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്, റോഡ് ഹൗസ് ഹോം സ്റ്റേ.